ഇതിപ്പോൾ നോയ്സ് കേൾക്കാൻ പറ്റും, പുറത്തുള്ള നോയ്സൊക്കെ കേൾക്കാൻ പറ്റും, ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് നോയ്സ് കൺട്രോൾ ബട്ടൺ ഓൺ ആക്കാം. കണ്ട. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ് ഇന്നൊരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറയും നമ്മൾ ആ വീഡിയോയിൽ ഈ നോയ്സ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് ഇതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഒരുപാട് സെർച്ച് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്യാപ്കട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോയ്സ് കൺട്രോൾ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ എന്നാലും നമുക്ക് അത്രത്തോളം അങ്ങോട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനൊരു സൊല്യൂഷൻ എന്താണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രൊഡക്റ്റ്, സംഭവം മൈക്കാണ്. മൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് മൈക്ക് എന്ന് പറയുന്ന. യൂട്യൂബിൽ ഏറ്റവും നമുക്ക് എന്തോ പറയുന്ന, നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈക്കെങ്കിലും വാങ്ങണമെന്നാണ്. ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു മൈക്കിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി അതാണ് ആൾക്കാരെ പിടിച്ചു നിർത്തുന്നതെന്നാണ് എല്ലാവരും, ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക പേരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ആപ്പിലിട്ടിട്ട് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ എന്താ പറയുന്ന, അതിനും ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം വരുന്നതെന്നല്ലാതെ നമ്മളുടെ ആ ഒരു ഓഡിയോ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് നോക്കി കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ് ഗൈസ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സിസേഴ്സ്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ മൈക്കൊന്നുമില്ലാത്ത ശബ്ദമാണ്. അതാണ് ഈ പൂച്ചയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഏതോ വിരളി പിടിച്ച പൂച്ചയാണ്. എന്ത് ചെയ്യാൻ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. പൂച്ചയെ നമുക്ക് പിന്നെ നോക്കാം. ഇതിനകത്ത് പിന്നെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മൈക്ക്. പൂച്ച. ഇനി ഞാൻ മൈക്കൊക്കെ വന്ന് ഇനി എൻ്റെ യൂട്യൂബിൽ ഈ പൂച്ച എന്നല്ല ഒരൊറ്റ മനുഷ്യൻ്റെ വോയിസ് കാണത്തില്ല. ഇതാണ് നമ്മുടെ ബിൽ പേപ്പർ. എന്തുവാണ്, ഇതാണ് നമ്മുടെ ബിൽ പേപ്പർ. എന്തൊക്കെയോ ഉണ്ട്, ആമസോണിൻ്റെ എന്തൊക്കെയോ ആണ്. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് നമ്മുടെ ബോയ V20 എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതായത് V20 വാങ്ങിയതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഐഫോൺ 15 ആണ്. ഐഫോൺ 15 ഉള്ളവർ എന്ത് ചെയ്യുക, V20 അല്ലെങ്കിൽ V10 എന്ന് പറയുമ്പം സിംഗിൾ മൈക്കായിരിക്കും. ഇത് V20 ആണ്. അപ്പോൾ എന്താണ്, ഡബിൾ മൈക്കായിരിക്കും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. വാവ്, പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് കണ്ട, ഇതെന്താണ്, കുറേ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യ ഗൈസ്. ഇത് ചൈനയല്ലേ, കൊറിയൻ അക്ഷരമില്ലേ ഇത്, അങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എഴുതാ പോട്ടെ, നമുക്കിത് നോക്കാം. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്ന എന്തെന്ന് വെച്ചാൽ, ഒരു വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. കാണാൻ പറ്റുമോ, ഒരു വാറൻറ്റി കാർഡ്. അതിനകത്ത് വെൻഡറിൻ്റെ ഇൻഫർമേഷൻ, കസ്റ്റമർ ഇൻഫർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ചൈനയിൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ദിസ് വാറൻറ്റി ഡസ് നോട്ട് കവർ. അതായത് നമ്മൾ കാരണം ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജസ് വല്ലോ ഇതിന് വന്നു കഴിഞ്ഞാൽ അതിവർ കവർ ആക്കത്തില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ പേരും കാര്യങ്ങളൊക്കെ എഴുതാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് വരുന്ന എന്തെന്ന് വെച്ചാൽ,
പിന്നെ ഇതിൻ്റെ സംഭവങ്ങൾ കണക്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു പേപ്പറാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്യണം, ഇങ്ങനെ കണക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു പേപ്പറാണ്. കണ്ടോ? ഇതും ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലൊന്നും. ഇത് ഇംഗ്ലീഷിലും ഉണ്ട്, കൊറിയനിലും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മൈക്ക് നമുക്ക് നോക്കാം. ഇത് അറിയാമല്ലോ. അപ്പോൾ ചാർജറാണെന്ന് തോന്നുന്നു. രണ്ടിനും 2 ചാർജറുണ്ട്. ഇവിടെയാണ് സംഭവം ഗൈസ്. ഇതാണ് നമ്മളെ കണക്ടർ. ഈ കണക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൈക്ക്. 2 മൈക്കുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ബോയാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ചെറിയ സ്പോഞ്ചാണ്. പിന്നെ ഈ ക്ലിപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കുത്തിക്കുന്ന ക്ലിപ്പൊക്കെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ മൈക്കിനകത്താണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഗൈസ്. ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു മൈക്കിൻ്റെ നോയ്സ് കൺട്രോൾ ബട്ടൺ എന്ന് പറയുന്ന ഓണല്ല, അത് ഓഫാണ്. പുറത്തുള്ള ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ നോയ്സ് കൺട്രോളിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. നിന്നത് കണ്ടാ? ഇത് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്, അത് കത്തും. ഇത് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോയ്സ് കാര്യങ്ങളൊന്നും കേൾക്കാൻ പറ്റില്ല. നമ്മൾ നോയ്സ് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിപ്പോൾ നോയ്സ് കേൾക്കാൻ പറ്റും. പുറത്തുള്ള നോയ്സൊക്കെ കേൾക്കാൻ പറ്റും. ചെറിയ രീതിയിൽ കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് നോയ്സ് കൺട്രോൾ ബട്ടൺ ഓൺ ആക്കാം. കണ്ട പോയതണ്ട? വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ക്ലിപ്പ് കിട്ടും. ആ ഒരു അറ്റാച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോണിന്റെ ബേക്കിൽ ചാർജറിന്റെ ആ ഒരു സൈഡിൽ കുത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ അത് ഓൺ ആക്കണം. ഈ ബട്ടൺ ഈ പവർ ബട്ടൺ ഓൺ ആക്കിയാലേ മൈക്ക് ഓൺ ആവത്തുള്ളൂ. ഇപ്പോൾ ഒരു മൈക്ക് മാത്രമേ ഞാൻ ഓൺ ആക്കി വെച്ചിട്ടുള്ളൂ. ഇത് ഓൺ അല്ല. പിന്നെ നോയ്സ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് നോയ്സും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് എത്ര ദൂരം വരെ ഇത് കവർ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ വെച്ച് സംസാരിച്ചു നോക്കാം. ഇനി ഇവിടെ വെച്ച് സംസാരിച്ചു നോക്കാം. എവിടെ വെച്ചാണ് എത്ര ദൂരം വരെ നമുക്ക് ഇത് കിട്ടും എന്നാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു മൈക്ക് നിങ്ങൾ വാങ്ങുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇപ്പൊ ടെസ്റ്റ് ചെയ്തായിരുന്നു. വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കുറച്ചുകൂടി ദൂരത്ത് വയ്ക്കാം. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഇവിടെ വയ്ക്കാം. ഹലോ. എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്. ഇനി ഇവിടെ വയ്ക്കാം. നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്രയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന. പ്രൈസ് എന്ന് പറയുന്നത് 3200 സംതിങ് രൂപയാണ്. പക്ഷേ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് സിംഗിൾ മൈക്ക് മതി എന്നുണ്ടെങ്കിൽ 1500 സംതിങ് രൂപ ആവത്തുള്ളൂ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോവും. അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ 800 സംതിങ് രൂപയ്ക്ക് ഒരു മൈക്ക് വാങ്ങുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചോ. അതിൽ കുറച്ചുകൂടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നല്ലൊരു മൈക്ക് നിങ്ങൾക്ക് വാങ്ങാലോ. ആ ഒരു ഓപ്ഷൻ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ കുറഞ്ഞ മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇങ്ങനെ ഒരു മൈക്ക് ഞാൻ വാങ്ങാൻ കാരണം. ഒരുപാട് റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ തന്നെ ഒരുപാട് കൂടുതലും അല്ല, അതേപോലെ തന്നെ ഒരുപാട് കുറവുമല്ല. ഈ ഒരു മൈക്കൊക്കെ 1500 സംതിങ്ങിന് സിംഗിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അത്രയും ക്യാഷ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക,
അത് വാങ്ങി പർച്ചേസ് ചെയ്യുക. ഇതിപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസിൻ്റെ ആവശ്യത്തിനൊക്കെ ഞങ്ങൾ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴത്തേക്കും രണ്ടുപേരായിട്ട് നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡബിളായിട്ട് വാങ്ങിയത്. എന്തായാലും വാങ്ങി. നമ്മൾ പൈസ ശേഖരിച്ച് വെച്ചെന്ന് വിചാരിച്ചു. ഈ ശേഖരിച്ച് വെക്കുന്ന പൈസ എന്തെങ്കിലും കാര്യത്തിന് എന്തായാലും നമുക്ക് ചിലവായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ പൈസ നമ്മൾ കണ്ണും പൂട്ടി നമ്മൾ ഇതേപോലെയുള്ള ആവശ്യത്തിന് നിങ്ങൾ യൂട്യൂബ് ചാനലോ റീൽസോ ഒക്കെ റീൽസിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു മൈക്ക് നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങുക. നിങ്ങളെ വീഡിയോസിൻ്റെ വ്യൂസ് കൂടാനും ക്വാളിറ്റി കൂടാനും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ് 3200 സംതിങ് ആണ്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക്, അതായത് ആമസോണിൻ്റെ അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അടിപൊളിയാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇതിൻ്റെ റിവ്യൂ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിയത്. എന്നാലും നമ്മൾ ആ പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടല്ലേ, ഇത് നമുക്ക് സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റും. ഇതിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഈ ഒരു കവറൊക്കെ ഇല്ലേ ഗൈസ്? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പർച്ചേസ് ചെയ്യുക. യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യും ഇങ്ങനൊരു മൈക്ക് വാങ്ങാൻ വേണ്ടി. നിങ്ങൾ എന്തായാലും ഒരു മൈക്ക് വാങ്ങും. അപ്പോൾ മൈക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ക്വാളിറ്റി ഉള്ള ഇതേപോലുള്ളൊരു മൈക്ക് വാങ്ങുന്നതായിരിക്കും നല്ലത് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ.